ഹനുമാൻ എന്നാണ് എൻ്റെ മകൻ്റെ പേര്. എനിക്ക് ആകപ്പാടുള്ളൊരു മകനാണ്. അത് ഭക്തിയുമായിട്ട് കണക്റ്റഡ് അല്ല. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ മകനാണ് ഉണ്ടാവുന്നെങ്കിൽ ശിവന്റെ ഒരു പര്യായോ ശിവൻ എന്ന് പേരിടണം, പെങ്കുച്ചാണ് ഉണ്ടാവുന്നെങ്കിൽ പാർവതി എന്നോ ആ ഒരു ലെവലിൽ പോകണമെന്നുണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കല്യാണം കഴിച്ചത് ഒരു പാർവതിയാണ്, ഒരു പാവം പിടിച്ച ഒരു പാർവതി. ആ പാർവതിയെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഉണ്ടാവുന്ന കുഞ്ഞിന് ശിവൻ എന്ന് പേരിടാൻ പറ്റില്ല, പെങ്കൊച്ചിന് പാർവതി എന്ന് പേരിടാൻ പറ്റില്ല. എൻ്റെ വൈഫ് ഈ ഹനുമാന്റെ പടം വരച്ച് ശ്രീരാമജയ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചുമ്മാ കാഷ്വലായിട്ട് പറഞ്ഞു, അതിൽ ഇനിയിപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹനുമാന്റെ പേരിടല്ലേ, ഞാൻ കളിതമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ആകെ ഒരു ഇടയിളൊക്കെ ആയി, എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യുമല്ലോ ഈ സത്യ ഹനുമാൻ എന്നൊക്കെ പേരിട്ട് കൊച്ചിനെ കൊണ്ട് വന്നത്. പക്ഷേ എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തീരുമാനം വരികയാണ്, ഹനുമാൻ തന്നെ പേരിരിക്കട്ടെ. മനസ്സിലായില്ല, ഇതിന് എന്നെ സപ്പോർട്ട് ചെയ്തത് ലോകത്ത് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ഹനുമാൻ എന്ന് പേരിടാൻ. ബാക്കി എല്ലാവരും പറയാണ് കളിയാക്കും കുഞ്ഞിനെ സ്കൂളിൽ പോകും. അവളും അത് തന്നെ പറഞ്ഞിരുന്നത്, കാരണം സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കില്ലേ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരി, ഇതെല്ലാം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കൊച്ചിനെയും കൊണ്ട് വരുന്നു. കൊച്ചിനെ കൊണ്ട് വരുമ്പോൾ കാണുന്ന സീൻ എന്ന് വെച്ചാൽ കവളത്ത് ഒരു ചെറിയൊരു ഈ നിങ്ങളുടെ കമ്മലിലേക്ക് ഇടുന്ന ഡ്രോപ്പില്ലേ, അതുപോലൊരു സാധനം ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പം ഡോക്ടറെ അടുത്ത് പറഞ്ഞു, രവി ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ പ്രസവിച്ചപ്പോൾ കൊണ്ടുവന്നില്ലല്ലോ, അത് അതാണ് നല്ലത്, കാരണം ആൺകുട്ടിയല്ലേ, അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നമാകും. തന്നെയല്ല ഇപ്പോഴാകുമ്പോൾ അത് അങ്ങ് കട്ട് ചെയ്ത് പോവുകയും ചെയ്യും, തന്നെയല്ല നമുക്കത് ബയോപ്സിക്ക് അയച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കുകയും ചെയ്യാം. മനസ്സോടെ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് ഹനുവിൽ ക്ഷതമേറ്റവൻ ഹനുമാൻ. അപ്പം ഞാൻ ആലോചിച്ചു, ഭഗവാനെ കറക്റ്റ് അങ്ങനെ തന്നെ വന്ന് ചാടുകയും ചെയ്തില്ല പേര് എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ആ പേര് കൺഫേം ചെയ്യാണ് ചെയ്തത്. അങ്ങനെയാണ് മകന് ഹനുമാൻ എന്ന് പേരിട്ടത്. പക്ഷെ അത് എനിക്ക് ഞാനൊരു ഹനുമാൻ ഭക്തനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഹനുമാനോട് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടോ അല്ല, പക്ഷെ വന്ന് ചേർന്നത് അങ്ങനെയാണ്. പക്ഷെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, ഈ കൊച്ച് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഛോട്ടാ ഭീം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഈ കുഞ്ഞു കുഞ്ഞു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞോടുകൂടി ഒരു കുട്ടി ഈ ദിവസം വരെ അവനെ കളിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവന്റെയും ഭാഗ്യം, എന്റെയും ഭാഗ്യം. അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കും ചെയ്തായി പോയില്ലെന്ന് പറഞ്ഞ വന്നിരുന്നേ ഞാൻ പെട്ടുപോയനെ. അപ്പൊ ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 16 വയസ്സാകുമ്പോൾ കയ്യിൽ പൈസ കൊടുത്ത് നീ കസറ്റി പേര് മാറ്റിക്കൊടാ പോനെ എന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ അത് പ്രശ്നം വന്നില്ല. അതാണ് മകന്റെ പേരിട്ടത്. രവികൃഷ്ണ എന്ന പേരിന്റെ പിന്നിലും ഒരു സ്റ്റോറി ഉണ്ടല്ലോ, അതൊരു വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ ഇട്ടുന്ന പേരാണ്. ഇതെല്ലാം എവിടുന്ന് നീ തോണ്ടിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. എൻ്റെ പേര് ശരിക്കും സർട്ടിഫിക്കറ്റ് നെയിം ജി രവി എന്നേ ഉള്ളൂ. അച്ഛനിട്ട പേരും അച്ഛനും അമ്മയും കൂടെ എനിക്കിട്ട പേര് ജി രവി എന്നാണ്. അപ്പം നമ്മുടെ ആക്ടർ സുരേഷ് ഗോപി ഇല്ലേ, അദ്ദേഹം എൻ്റെ ചേട്ടനെ പോലെ വളരെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പം കല്യാണമൊക്കെ കഴിക്കുന്നത് കറങ്ങി തിരിഞ്ഞ് വായി നോക്കി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാരണം ഈ തരങ്ങണിയിൽ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗാനമേള പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചെയ്യുക, അങ്ങനെ വളരെ മ്യൂസിക്കിൻ്റെ പുറകിൽ നടക്കുന്നിരുന്ന കാലത്ത് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ സുഭാഷ്, അതായത് സുരേഷ് ചേട്ടൻ അനിയൻ, സുഭാഷ്, ഞാൻ, കണ്ണൻ എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, ഹരി എന്ന് പറഞ്ഞ ഞങ്ങൾ എല്ലാവരും കൂടെ